പാർലമെന്റ് സമ്മേളനത്തിൽ കാണുന്നത് പഴയ ഭരണപക്ഷമാണോ എന്ന സംശയമാണ് എങ്ങു നിന്നും ഉയരുന്നത്. ചോദ്യം ചോദിക്കുന്നവരെയും എതിർക്കുന്നവരെയും അടിച്ചമർത്തുന്ന നിലപാടിൽ നിന്നും ഏറെ പിന്നോക്കം പോയിരിക്കുകയാണ് BJPയും കേന്ദ്ര സർക്കാരും. പകരം പ്രതിപക്ഷത്തിന്റെ തീക്ഷണമായ ആക്രമണത്തിൽ നിന്നും ഒളിച്ചോടി മറഞ്ഞിരിക്കുകയാണ് രണ്ടാഴ്ചയായി കേന്ദ്ര സർക്കാർ എന്നതാണ് വാസ്തവം. നവംബർ 25-നായിരുന്നു പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത്. ഇന്ത്യ സഖ്യവും ഉന്നയിക്കുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാതെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വത്തിലുള്ള ഭരണപക്ഷം. ഡിസംബർ 20 വരെ സമ്മേളിക്കാനിരിക്കുന്ന ഇരുസഭകളും 9 ദിവസം പിന്നിട്ടപ്പോഴേക്കും നടപടികൾ പൂർത്തിയാകാതെ പിരിയുന്നത് പതിവായിരിക്കുകയാണ്. അതേസമയം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നുണ്ട്. അംഗങ്ങളുടെ അവകാശങ്ങൾ അനുവദിക്കാതെയും ജനകീയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന് അവസരം നൽകാതെയും നിഷേധ നിലപാടിലാണ് ഭരണപക്ഷത്തിനു വേണ്ടി സഭാധ്യക്ഷന്മാർ സ്വീകരിക്കുന്നത്. ലോക്സഭാ സ്പീക്കറായാലും രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ആയാലും എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവരാണെന്നാണ് വ്യവസ്ഥയെങ്കിലും ഭരണപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നേരം വെളുക്കുമ്പോൾ സഭയിലേക്ക് വരുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് പ്രതിപക്ഷാംഗങ്ങൾ നൽകുന്ന ഒരു പ്രമേയം പോലും അവതരിപ്പിക്കുന്നതിന് അനുമതി നൽകാതെ BJPയോടുള്ള കൂറ് സഭയിൽ അധ്യക്ഷന്മാർ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നതാണ്. അന്ന് തലയാട്ടിപ്പോയ അധ്യക്ഷന്മാരാണ് പാലം കടന്നപ്പോൾ തനിക്കണം കാണിച്ചിരിക്കുന്നത്. 1.5 വർഷത്തോളമായി തുടരുന്ന മണിപ്പൂരിലെ സംഘർഷങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായതിനിടയിലാണ് സമ്മേളനം നടക്കുന്നത്. അതിനാൽ അക്കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ആക്രമണ സംഭവങ്ങളിൽ മാത്രം 1 ഡസനിലധികം പേരാണ് മണിപ്പൂരിൽ മരിച്ചത്. പല കൊലപാതകങ്ങളും അതിക്രൂരമായിട്ടാണ് നടന്നിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ മൃതദേഹങ്ങൾ പുഴയിലൊഴുക്കിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. 10 ഗുങ്കികളെ സുരക്ഷാ സേന വെടിവെച്ച് കൊന്നതാണെന്ന പരിശോധന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഉത്തരേന്ത്യയിലെ പ്രമുഖ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കർഷക സമരങ്ങളും. 2020-21 കർഷക സമരം അവസാനിപ്പിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നേരിട്ട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയത്. ഇന്ത്യയെ ഊട്ടുന്നവരാണെന്ന് പ്രധാനമന്ത്രി പ്രകീർത്തിക്കുന്ന ജനസംഖ്യയിലെ വലിയൊരു വിഭാഗമാണ് തങ്ങളുടെ ഉൽപ്പന്നത്തിന് മതിയായ താങ്ങുവിലയും സംഭരണ സംവിധാനവും ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സമരമുഖത്ത് നിൽക്കുമ്പോൾ പാർലമെന്റിൽ അതിനെ അവഗണിക്കുകയാണ് പ്രതിപക്ഷം. പകരം ചർച്ച ആവശ്യപ്പെടുന്നവരുടേത് മുതലക്കണ്ണീരെന്ന് അപഹസിക്കുവാനാണ് സന്നദ്ധരായത്. ഉത്തർപ്രദേശിലെ സംഭാലിൽ പള്ളി സർവേയുമായി ബന്ധപ്പെട്ട പോലീസ് വെടിവെപ്പ് ഉൾപ്പെടെ നടപടികളും രൂക്ഷമായ വിലക്കയറ്റവും പണപ്പെരുപ്പവും രാജ്യം നേരിടുന്ന സങ്കീർണ പ്രശ്നങ്ങളാണെങ്കിലും അവയും സഭയിൽ ഉന്നയിക്കാൻ BJP നേതൃത്വം നൽകുന്ന ഭരണപക്ഷം തയ്യാറാകുന്നില്ല. സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി രൂപ കോഴ നൽകിയതിന്റെ പേരിൽ US കുറ്റവാളിയായ അദാനിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് പോലും വലിയ കുറ്റമായി കേന്ദ്ര സർക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അദാനിക്ക് വഴിവിട്ട് സഹായങ്ങൾ നൽകുന്നു എന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിനെതിരായ കുറ്റാരോപണം. അദാനി നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളിലും നിയമലംഘനങ്ങളെയും സംരക്ഷിക്കുന്നു എന്നുകൂടി പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു വരികയാണ്.